ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ക്ലൗഡ് ബ്രെഡ് എന്നാണ് പറയുക, മേഘം പോലെ ഇരിക്കുന്ന ബ്രെഡ് എന്ന്. ഇത് ശരിക്കും ബ്രെഡിൻ്റെ പോലെയൊന്നും അല്ല, പക്ഷേ നമ്മളത് തുറക്കുമ്പോഴൊക്കെ നമുക്ക് അത് ബ്രെഡ് പോലെ തോന്നും ചെയ്യും. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ട, വെള്ള മാത്രം മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ട എന്ന് പറയുന്നത് നാടൻ മുട്ടയൊന്നും അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ്. ഇതിൻ്റെ നിറമൊക്കെ കാണുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഇത് നാടൻ മുട്ടയാണോ, നോർമൽ മുട്ട എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് എന്തുകൊണ്ടോ, ഇവിടെയൊക്കെ ഞാൻ താമസിക്കുന്നത് UK ഇവിടുത്തെ മുട്ടകൾക്കൊക്കെ ഈ ഒരു നിറമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ടയുടെ 3 മുട്ടയും പൊട്ടിച്ച് അതിലത്തെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൊച്ചു സൂത്രം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ വിരലുകളുടെ ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലോട്ട് വിടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയുടെ മഞ്ഞ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 എണ്ണം കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് മറ്റുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു റെസിപ്പിക്ക് അത് ആവശ്യമില്ല. അപ്പോൾ ഇനി മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്കറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്ററോ ഉണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ വിസ്കർ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് സമയം എടുക്കും നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം ചെയ്യുക. അങ്ങനെ ഒരു 8 മിനിറ്റ് 9 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് എനിക്കിവിടെ മുട്ടയുടെ വെള്ളം ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റായി ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. എങ്കിൽ പോലും നമുക്കൊരു 3 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നീട് അടുത്ത ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിനോ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് എന്നൊക്കെ പറയും. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ അതൊന്ന് അലിഞ്ഞു വരുന്ന രീതിയിൽ മുട്ട ഒന്ന് പതപ്പിച്ചടിക്കുക. പിന്നെ 2ാമത്തെ ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ കാണുന്നത് ഓപ്ഷണലാണ്. ഞാൻ അല്പം യെല്ലോ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം പല കളറിൽ റെയിൻബോ കളറിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാനിവിടെ മഞ്ഞ കളർ കൊടുത്തേക്കാമെന്ന്. അപ്പോൾ മഞ്ഞ കളറും കൂടെ ചേർത്ത് മുട്ട നന്നായിട്ട് കണ്ടോ ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റോളൊക്കെ ആയി കണ്ടോ. ഇതേപോലെ നമ്മളൊന്ന് എടുത്ത് മേലോട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരു വടി പോലെ നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരിവം. പക്ഷെ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ബ്ലെൻഡർ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതൊരു കേക്ക് ടിന്നിൻ്റെ ഒരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഏതെങ്കിലും ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ലൈനറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നും നമ്മുടെ മറ്റൊരു ചാനൽ മംസ് ഡെയിലി ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നുമില്ല, ഒരു സാധാരണ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. അതിലല്പം എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചെയ്യാനുള്ളത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കണ്ടോ, അതിങ്ങനെ ഒരു കുന്നു പോലെ ഇട്ട് അത് നല്ലൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. അങ്ങനെ ഞാനൊരു മല പോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഓവനിൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 5 മിനിറ്റോളം ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ. ഞാനിന്ന് ഓവനില്ലാതെ നമ്മുടെ സാധാരണ പാത്രത്തിൽ മൂടി വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഞാനൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ, അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ചൊന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പോലെയല്ല, കുറച്ചങ്ങനെ പരന്ന് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേക്കാണെങ്കിലും അത്യാവശ്യം ഉറച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളു വെന്തിട്ടില്ല എന്നറിയാം.
അപ്പോൾ ഇതവിടെ കറക്റ്റ് ഒരു 25 മിനിറ്റ് സമയം എടുത്തിട്ടാണ് എനിക്കിതൊരു ശരിക്കൊരു ബ്രെഡ് പോലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ ലൈനറിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ബ്രെഡ് പോലെ എന്നൊക്കെ തോന്നും, ബണ്ണ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് എന്തുകൊണ്ടോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാധാരണ ഒരു കേക്ക് കഴിക്കുന്ന ഒരു ഫീലിംഗ്, മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക് നമ്മൾ കഴിക്കത്തില്ലേ, അതേപോലൊക്കെ തന്നെയാണ് തോന്നിയത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഹിറ്റ് ആയതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്തു, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നന്നായിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു ടേസ്റ്റും, മുട്ടയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഏലക്കായോ ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ അല്പം വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കൊച്ചു പരീക്ഷണമാണ്, പക്ഷെ നന്നായിട്ട് വന്നു. ഇതൊരു ബ്രെഡ് പോലെയൊന്നും അല്ല, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കേക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഓവനിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ട് വരുമായിരിക്കാം. ഞാനിന്ന് ഓവനില്ലാതെ നമ്മുടെ ബേക്ക് ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നത്, ചിലപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയില്ല അതിങ്ങനെ ഇത്രയും ഫ്ലഫി ആവാഞ്ഞത്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ രുചി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല സൂപ്പർ രുചിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.